ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഫ്രൈഡ് റൈസാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ചുറ്റും നല്ലൊരു കാടാണ്. കാട്ടിൽ നിന്നിട്ടാണ് ഞാനിന്നിപ്പോൾ ഇൻട്രോ പറയുന്നത്. ചുറ്റും നിന്ന് കേൾക്കുന്നത് നല്ല ചീവീടിൻ്റെ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ ചീവീടിൻ്റെ ശബ്ദവും നല്ലൊരു ഇടിമുഴക്കവും ഒക്കെ ആയിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈസി ഫ്രൈഡ് റൈസാണ്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഗസ് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ സ്ഥലം ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ക്യാബേജ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പിടി സ്പ്രിംഗ് ഓണിയൻ, ചെറിയ സ്പ്രിംഗ് ഓണിയൻ ആയിരുന്നു, അതുകൊണ്ട് ഒരു പിടി സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് 7 മുട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് 5 മുട്ട എടുക്കാം, 6 മുട്ട എടുക്കാം, 7 മുട്ട എടുക്കാം, 8 മുട്ട എടുക്കാം. മിനിമം ഈ ഒരു ക്വാണ്ടിറ്റിക്ക് 5 മുട്ടയെങ്കിലും എടുക്കുക. അത് മുതൽ 8 മുട്ട വരെ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എത്ര മുട്ട വേണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇനി ബീൻസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രീൻ പീസ് യൂസ് ചെയ്യാം. അതും നമ്മുടെ ചോയ്സാണ്. ഓരോ വെജിറ്റബിൾസും എത്രത്തോളം വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടാം, കുറയ്ക്കാം. വെളുത്തുള്ളി മാത്രം ഒരുപാടായി പോരുത്. എങ്കിലും മിനിമം ഒരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6 അല്ലി വരെ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത്. പിന്നെ റൈസിൻ്റെ കാര്യം പറയാം. റൈസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് വേവിച്ച റൈസല്ല, വേവിക്കുന്നതിന് മുൻപ് ഉള്ള റൈസ് ബസ്മതി റൈസാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 350 ഗ്രാം റൈസാണ് ഇതുള്ളത്. വേവിക്കുന്നതിന് മുൻപ് 2 കപ്പ് റൈസ് എന്ന് പറയുമ്പോൾ 4 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. വെള്ളത്തിലേക്ക് ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്താണ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. റൈസ് വേവിക്കുന്നത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പലർക്കും റൈസ് വേവിച്ച് കുഴഞ്ഞു പോകുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് റൈസ് വേവിക്കുന്നതിന് 1 കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം എടുക്കുക. ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്ത് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക, വെള്ളം വറ്റിച്ചെടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഞാനപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാറുള്ളത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക, പിന്നീട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ റൈസ് ഇതുപോലെ വിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ വെള്ളം വറ്റിക്കുകയാണെങ്കിൽ മാത്രം ഇരട്ടി വെള്ളം വയ്ക്കുക. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് മുട്ടയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ മുട്ടയ്ക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് എടുത്താലേ കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനായിട്ട് ഞാൻ മുട്ട ഒന്ന് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനപ്പോൾ ഈ പാനിലല്ല കേട്ടോ ഫ്രൈഡ് റൈസ് റെഡിയാക്കുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ജസ്റ്റ് പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഓയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മളൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. തീരെ പൊടിയായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കരുത്, കുറച്ച് വലിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ തീരെ പൊടിയായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ ഉദ്ദേശിച്ചാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആളുകളൊക്കെ ഈ ഒരു പോർഷനൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. മുട്ട ഓവർ കുക്കാവാതെ നോക്കുകയും വേണം. ഞാനിപ്പോൾ ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് ഈ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലിയ ബർണറിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ എന്തിനാണ് ഇത്രയും കൂടുതൽ റൈസ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇത് 2 ദിവസത്തേക്കുള്ളതാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസത്തേക്കും കൂടി ഉള്ളതാണ്. ഒറ്റ ദിവസത്തേക്കുള്ള റൈസൊന്നുമല്ല. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ 2 3 ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ജോലികൾ തീർക്കാം. ഇപ്പോൾ കണ്ടോ
നമ്മുടെ മുട്ടയൊക്കെ വലിയ വലിയ പീസുകളായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ആയി വരുമ്പോൾ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഈ പാനിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട കുറച്ചുകൂടി കുക്കായി ഹാർഡായി പോകും. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൽ കഴിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പാനിൽ നിന്ന് കുക്കായിട്ട് ഉടനെ തന്നെ മാറ്റി വയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രേ കുക്ക് ചെയ്യുന്നുള്ളൂ. ഞാനിത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ വേണം കേട്ടോ, അപ്പോഴേ നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഓയിലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ, ഒരുപാട് ചൂടായി വരണ്ട, ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഓയിലിനൊരു ഫ്ലേവർ കിട്ടാനും നമ്മുടെ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് കിട്ടാനുമായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് നമ്മുടെ ഓയിലിന് വേണ്ടത്. വെളുത്തുള്ളിയുടെ കളർ മാറിപ്പോവാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നമ്മുടെ ഓയിലിന് പിടിച്ചു വരികയും ചെയ്യണം. വെളുത്തുള്ളിയുടെ കളർ മാറിപ്പോവാനും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള കുക്കിംഗ് മുഴുവൻ ഹൈ ഫ്ലെയിമിലാണ്, ലോ ഫ്ലെയിമിൽ കുക്കിംഗ് ഒന്നുമില്ല. ഇതൊന്ന് ഇളക്കി ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ്. ക്യാരറ്റിന് കുക്കിംഗ് ടൈം കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ആദ്യം ചേർക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരുപാട് കുക്കാവരുത് ഫ്രൈഡ് റൈസിൽ. നമുക്ക് എല്ലാ വെജിറ്റബിൾസും കടിക്കാൻ കിട്ടുന്ന പാകത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഞാൻ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ക്യാബേജ് വേഗം വഴന്ന് കിട്ടും, അതുകൊണ്ട് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാബേജും ചേർത്തൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ സവോള ചേർക്കാണ്. അപ്പോൾ തന്നെ നല്ല കളർഫുള്ളായി തുടങ്ങി. സവോള ചേർത്ത് സവോളയും ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ബീൻസൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ബീൻസ് ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം. അതിനുശേഷം ലാസ്റ്റ് മാത്രം നമ്മൾ ക്യാപ്സിക്കം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് ബീൻസ് ഒന്നും ചേർക്കാനില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ക്യാപ്സിക്കം ചേർക്കാൻ പോവാണ്. ക്യാപ്സിക്കവും ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. നമ്മുടെ സോയ സോസിന് ഉപ്പുണ്ട്, റൈസ് ഉപ്പ് ചേർത്താണ് വേവിച്ചത്, മുട്ടയിൽ ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. വളരെ ചെറിയ അളവിൽ ഉപ്പ് ചേർക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിനി ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കളർ മാറിപ്പോവാതിരിക്കാനാണ് നമ്മൾ ഈ പഞ്ചസാര ചേർത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ആ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഒന്ന് ഈ വെജിറ്റബിൾസിലേക്ക് ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസ് ഏതായാലും അതിൽ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വളരെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഈ ഒരു നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് ഉടനെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനത് പറയാൻ വിട്ടുപോയി. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് സോയ സോസാണ്. സോയ സോസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ചിലർക്ക് സോയ സോസിൻ്റെ ഫ്ലേവർ നല്ലത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഞാനപ്പോൾ സോയ സോസ് ഒരുപാട് ചേർക്കുന്നില്ല, 1.5 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് കുക്കായി വന്നതിന് ശേഷം മാത്രം സോയ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് കുക്കിംഗ് ഇല്ല, അതുകൊണ്ടാണ് സോയ സോസിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. പിന്നെ സോയ സോസ് ഒന്ന് കുക്കായി വരുന്നത് വരെ നമ്മളൊരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാം. കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ വല്ലാതെ ഡാർക്ക് കളറായി പോകും നമ്മുടെ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ, ഒരു 3/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ മുട്ടയിലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ അത്യാവശ്യം കളറൊക്കെ മാറി തുടങ്ങി. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് കറക്റ്റാണോ എന്നുള്ളത്. ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ റൈസിനും മുട്ടയ്ക്കും ഉപ്പുള്ളതുകൊണ്ട് വെജിറ്റബിൾസിൻ്റെ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റൈസും മുട്ടയും ചേർക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്കിംഗ്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ റൈസും മുട്ടയും കുറച്ച് വീതം ചേർക്കാൻ പോവാണ്. ഇളക്കാൻ എളുപ്പത്തിന്. റൈസ് ഇട്ടിട്ട് കുത്തി ഇളക്കരുത്. എന്താണെന്ന് വെച്ചാൽ റൈസ് പൊടിഞ്ഞു പോകും വേഗം തന്നെ. അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മുട്ട ചേർക്കാം. എങ്ങനെയുണ്ട് കാണാൻ? ഇളക്കി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായില്ലേ? പതുക്കെയാണ് കേട്ടോ ഇളക്കുന്നത്. വല്ലാതെ കുത്തി മറിക്കുന്നൊന്നുമില്ല. ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇളക്കുന്നത്. ഇനി നമുക്ക് മുട്ട ചേർക്കാം. മുട്ട വേവിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് റൈസ് ചേർക്കാം. പിന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റൈസ് വേവിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ, നമ്മുടെ വെജിറ്റബിൾ ട്രേയുടെ മുകളിലുള്ള തട്ടിലെടുത്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ റൈസ് കുഴഞ്ഞു പോവില്ല കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മളല്ലെങ്കിൽ ഫാനിൻ്റെ കീഴിലെടുത്ത് വയ്ക്കുക, ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെ തട്ടിലെടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ റൈസ് ഇതുപോലെ വിട്ട് നിൽക്കും. ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. അത് കുറേ ആളുകൾക്ക് അറിയാത്തൊരു ടിപ്പാണ്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മുട്ടയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യുക. ഇഷ്ടമുള്ള കറി, ചില്ലി ഗോപിയോ ചില്ലി ചിക്കനോ ബട്ടർ ചിക്കനോ. ബട്ടർ ചിക്കൻ നല്ല കോമ്പിനേഷൻ ആയിരിക്കില്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെ. ചില്ലി ചിക്കൻ പോലെയുള്ള ചില്ലി മഷ്റൂം, അതുപോലെ തന്നെ ചില്ലി റെസിപ്പീസ് ഏതാണെങ്കിലും, പിന്നെ ചിക്കൻ 65 ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പികൾ ഏതാണെങ്കിലും ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. ഞാൻ ഒരുപാട് റെസിപ്പികൾ ചെയ്തിട്ടുണ്ട്. ചില്ലി ചിക്കൻ ആണെങ്കിലും ചില്ലി മഷ്റൂം ആണെങ്കിലും ചില്ലി പനീർ ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിക്കുക. അതിൻ്റെ കൂടെ ചേർത്ത് ഈ കറികളും ഉണ്ടാക്കി കഴിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോയില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.